ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേറൊരു നനവില്ലാത്ത പാത്രം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന് മുകളിൽ വെക്കുന്ന പാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കണം. ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കേക്ക് സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് നമുക്ക് കേക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഐസിങ് കവറിലാക്കി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുൾമി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് ടൈറ്റും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. അതുപോലെ വേണം ഇത് സെറ്റ് ചെയ്യാൻ. നമുക്ക് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിലാണ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു കേക്ക് പീസ് വെച്ച ശേഷം അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കിലാക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവാൻ ശ്രദ്ധിക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്ക് പീസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനൊരു ഐസിങ് കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല തിക്കിൽ തന്നെ ചോക്ലേറ്റ് ആക്കിയാൽ നല്ലൊരു സ്പ്രെഡ് ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇനി അതിന് മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തിക്കാക്കി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ചോക്ലേറ്റ് കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ കേക്ക് മൊത്തം ആ ചോക്ലേറ്റ് കവർ ചെയ്ത് കിട്ടായിരുന്നു. എന്തായാലും ഈ കേക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടും പിന്നെ കേക്കിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.